hearty welcome to our spoken English class. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം സംസാരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബ്ലോക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഗ്രാജുവലി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഫുള്ളായിട്ട് അതിനെക്കുറിച്ചല്ല പറയുന്നത്, എങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ബ്ലോക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത് എവിടെയാണ്? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് വരാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സിനെ അനുകരിക്കാൻ പോകും. അപ്പം ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലല്ലേ ശരിക്കും സംസാരിക്കേണ്ടത്, വേറെ രീതിയിലാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ബ്ലോക്ക്, മെൻ്റൽ ബ്ലോക്ക് വരും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം നാണക്കേട്. അങ്ങനെ വരരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരും ഇംഗ്ലണ്ടിൽ ജനിച്ചവരല്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടേതുപോലെ മലയാളം പറയാനായിട്ട് ഇംഗ്ലീഷുകാർക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഓരോ ലാംഗ്വേജസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ അവരെ അനുകരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴല്ല, ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ അനുകരിക്കാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കാലുകെട്ടി താഴെ വീഴുന്ന അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ നമുക്കതിന് സാധിക്കും. അപ്പം മെൻ്റൽ ബ്ലോക്ക് വരാത്ത രീതിയിൽ കോൺഫിഡൻസോടുകൂടി മുന്നേറുക. പിന്നെ അടുത്ത വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമറിനെ ഫോക്കസ് ചെയ്യാൻ പോകരുത് ഇപ്പോഴേ. ഗ്രാമർ ആവശ്യമാണ്, പക്ഷെ ഗ്രാമാറ്റിക്കലി ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കൂടുതൽ ചിന്താഗതിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രണ്ടാമത്തെ ഒരു മെൻ്റൽ ബ്ലോക്ക് ആയിട്ട് വരും. അപ്പം അതുകൊണ്ട് വായിൽ വരുന്നത് എന്താണോ അത് സംസാരിച്ചേക്കുക. തെറ്റുകൾ ഉണ്ടാവും, അത് തിരുത്താം. ഓക്കെ, അത് നമുക്ക് സാധിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ്, അതായത് നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് നമുക്കറിയാം എ, ആൻ, ദ അല്ലെങ്കിൽ ദി അല്ലെ. നമുക്ക് ദാവും ദിയും രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എയും ആനും ഉപയോഗിക്കുന്നത് മിക്കവാറും നമ്മൾ എണ്ണുന്ന സാധനങ്ങൾ, അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എയും ആൻ, ഇപ്പൊ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും എ ബോയ്, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എ ഗേൾ, ഒരു കുട എന്ന് പറയുമ്പോഴേക്കും ആൻ അംബ്രല്ല, ഒരു ആൻ ഓറഞ്ച്. അപ്പൊ ഇതുപോലെ നമുക്ക് എണ്ണം തിട്ടപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളുടെ ഫ്രണ്ടിലായിട്ടാണ് സാധാരണ നമ്മൾ എയും ആനും ഉപയോഗിക്കുക. അപ്പൊ ആൻ ഉപയോഗിക്കാൻ നമുക്കറിയാം, അത് സ്പെസിഫിക്കലി വവ്വൽസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന ഈ 5 വവ്വൽസിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ആൻ ഉപയോഗിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാക്കി കോൺസണൻസ് ആയിട്ടുള്ള, അതായത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും എ എന്നുള്ളത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചോളുക. പിന്നെ നമ്മുടെ വർക്കുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അല്ലാത്ത ഘട്ടങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ആൻ ഉപയോഗിക്കും, പക്ഷേ അവിടെ വവ്വൽസ് ആയിരിക്കില്ല തുടക്കത്തിൽ വരുന്നത്. തുടക്കത്തിൽ അക്ഷരം വവ്വൽ അല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ആൻ ഉപയോഗിക്കും. അത് ഏത് സാഹചര്യങ്ങളാണ്? അതായത് നമ്മൾ കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ അതിന്റെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴേക്കും ആ സൗണ്ട് എ, ഇ, ഐ, ഒ, യുയിലെ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ അതിന് ഫ്രണ്ടിൽ നമ്മൾ ആൻ ഉപയോഗിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് പറയും? ഓണസ്റ്റ് അല്ലെ, ആൻ ഓണസ്റ്റ് മാൻ. അപ്പൊ നമ്മൾ ഹോണസ്റ്റ് എന്ന് എച്ച് പ്രൊനൗൺസ് ചെയ്യില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ ആൻ ഉപയോഗിച്ചത്. ആൻ ഓണസ്റ്റ് മാൻ. യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് യു വെച്ചിട്ടാണ് അല്ലെ, യു വെച്ചിട്ടാണ്. യു എന്ന് പറയുന്ന അക്ഷരം അത് വവ്വലാണ്, പക്ഷേ എങ്കിലും എ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ പറയുന്നു? കാരണം യു എന്ന് പറയുന്നത് നമ്മൾ ഉ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇവിടെ യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ യു എന്ന് പറയുന്നത് വൈ അല്ലെ, ഈ ആയുടെ ഒരു അക്ഷരം അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ MSW സ്റ്റുഡൻറ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആൻ MSW എന്ന് പറയും. അപ്പൊ അതെന്തുകൊണ്ടാണ്? കാരണം എം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന സൗണ്ട് വെച്ചാണ് അത് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എം എന്ന് പറയുന്നത് കേട്ടോ. ആൻ MSW എന്ന് പറയുന്നത്, ആൻ MSW സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം ഇത് ചെയ്യുമ്പോഴേക്കും. ഇതിനെ നമ്മൾ എയും ആനും നമ്മൾ പറയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ആയിട്ടുള്ള പദങ്ങളിൽ, ഡെഫിനിറ്റ് ആയിട്ട് നമ്മളുള്ള സ്ഥലങ്ങളിലല്ല അത് ഉപയോഗിക്കുന്നത്.
അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്തല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് അടുത്ത് വരുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വേറെ ഉണ്ട്. അതായതാണ് ദ അല്ലെങ്കിൽ ദി എന്ന് പറയുന്നത് അല്ലെ. ദ എന്ന് പറയുന്നതാണ് ശരിക്കും ഡെഫിനിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മൾ സെന്റൻസിൽ പറയുകയാണ് ആൻ ഓൾഡ് മാൻ ഈസ് ദെയർ, അല്ലെങ്കിൽ ആൻ ഓൾഡ് മാൻ സ്റ്റേസ് വിത്ത് എ ഗേൾ, ഒരു വയസ്സായ മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നു. ദ മാൻ അല്ലെങ്കിൽ ദി ഓൾഡ് മാൻ. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ ആ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്, ആ വയസ്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ദ ഉപയോഗിക്കും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്ത് അതേ ആളെയാണ് നമ്മൾ രണ്ടാമത്തെ ഇതിലും കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ അതിനെ ആ ഡെഫിനറ്റ് ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദ പിന്നെയും ചേർക്കും. അതായത് ദി ഓൾഡ് മാൻ സ്റ്റേസ് വിത്ത് എ ഗേൾ, ദ മാൻ അവിടെ പറയുന്ന ആള് ദി ഓൾഡ് മാൻ ഹാസ് എ പ്ലേറ്റ് ഇൻ ഹിസ് ഹാൻഡ്സ്, അയാളുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇനി ആ പ്ലേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ദ പ്ലേറ്റ് ഈസ് ഗോൾഡൻ ഇൻ കളർ, ദ പ്ലേറ്റ് ഈസ് ഗോൾഡൻ ഇൻ കളർ. കണ്ട, അപ്പൊ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിന് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തു നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് ഈ ദ എന്ന് പറയുന്ന പദം അങ്ങനെയുള്ള സെന്റൻസുകൾ ചേർക്കുന്നു, ഡെഫിനിറ്റ് ആയിട്ട് കാണിക്കുന്നു. ഇനി അടുത്ത് വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ദ രാമായണ, ദ മഹാഭാരത, ദ ബൈബിൾ, ഖുറാൻ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതികള്, മതഗ്രന്ഥങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മളിപ്പോ ദി ഇലിയഡ് ആൻഡ് ഒഡീസി എന്നൊക്കെ പറയുന്ന, അങ്ങനെ ഇലിയഡ് എന്നൊക്കെ പറയുമ്പോ അതിന്റെയൊക്കെ ഫ്രണ്ടിൽ പ്രധാനപ്പെട്ട ഇതിഹാസ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള ചേർക്കും. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് നദികൾ, ഇപ്പൊ അതല്ലെങ്കിൽ പർവ്വതങ്ങൾ, ദ ഹിമാലയൻ റേഞ്ചസ്, ദി യമുന, അങ്ങനെയൊക്കെ നമ്മൾ ഇതുപോലെ സ്പെസിഫിക് ആയിട്ട് നദികളുടെ പേരുകളൊക്കെ പറയുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാം. ഇതുപോലെ പകരം വെക്കാനാകാത്ത നാമങ്ങൾ, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ സൂര്യന് പകരം സൂര്യൻ മാത്രമേ ഉള്ളൂ, അപ്പൊ ദ സൺ. അതുപോലെ എർത്ത്, ദി എർത്ത്. കണ്ട, ഇത് ഭൂമി എന്ന് പറയുമ്പോൾ ഒരു ഭൂമിയുള്ളൂ, അപ്പൊ ദി എർത്ത്. അതുപോലെ ചന്ദ്രൻ, ദ മൂൺ. അപ്പൊ ഇങ്ങനെ പകരം വെക്കാനാകാത്ത പദങ്ങളുടെ ഫ്രണ്ടിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ ചേർക്കും. പിന്നെ പേരുകളുടെ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മൾ സാധാരണ പേരുകളുടെ ഫ്രണ്ടുകളിലൊന്നും നമ്മളിപ്പോ രാം എന്ന് പറയുന്ന പേരാണ് ദ റാം എന്ന് പറഞ്ഞ് നമ്മൾ പറയൂല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ പേരുകളുടെ ഫ്രണ്ടിൽ നമ്മൾ സാധാരണ ദ ചേർക്കാറില്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു, അപ്പൊ ഡോക്ടറിനെയാണ് കാണാൻ പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്നത്. ഐ ആം ഗോയിങ് ടു കൺസൾട്ട് ദ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടർ ഏതാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് സ്പെസിഫിക്കലി അറിയാം എന്നുള്ളതാണെങ്കിൽ ഐ ആം ഗോയിങ് ടു കൺസൾട്ട് ദ ഡോക്ടർ. ഇനി ദ പോസ്റ്റ് മാൻ ഈസ് കമ്മിങ്, ദ പോസ്റ്റ് മാൻ ഈസ് കമ്മിങ്. പിന്നെ വി ആർ ഗോയിങ് ടു മീറ്റ് ദ ടീച്ചർ, ഞങ്ങൾ ടീച്ചറിനെ കാണാൻ പോവുകയാണ്. അപ്പൊ ആ പ്രത്യേകിച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാവുന്നവരാകുമ്പോഴേക്കും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഫ്രണ്ടിൽ. അതായത് നമ്മളിപ്പോ നമ്മൾ വിശേഷണങ്ങളൊക്കെ പഠിച്ചതിനകത്ത് നമ്മൾ 3 ഡിഗ്രീസ് പഠിച്ചില്ല, മൂന്നാമത്തെ ഡിഗ്രി ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ നമ്മൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു ചേർക്കുന്നില്ല. അപ്പൊ ദ ബെസ്റ്റ്, ദ സ്വീറ്റസ്റ്റ്, ദ ടോളസ്റ്റ്, ദ യങ്ങസ്റ്റ്. അങ്ങനെ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി, മൂന്നാമത്തെ ഡിഗ്രിയുടെ ഏറ്റവും എന്നുള്ള എക്സ്ട്രീമിൽ നിൽക്കുന്ന ഡിഗ്രിയുടെയൊക്കെ ഫ്രണ്ടിൽ, അതിന്റെയൊക്കെ ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. അത് ചേർക്കേണ്ടത് ആവശ്യമാണ്, അത് മസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ 3 ആർട്ടിക്കിൾസ് ഉണ്ട്, എ ആൻഡ് ദ. അപ്പൊ ഇത് 3 നന്നായിട്ട് നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ വർക്കുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പം ഇനി നമുക്കൊരു അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.